ക്ഷമയും സമാധാനവും. ഈ പ്രാർത്ഥന മനുഷ്യൻ്റെ ഉള്ളിലെ ഏറ്റവും ആഴത്തിലുള്ള വികാരങ്ങളായ വെറുപ്പ്, കോപം, അസഹിഷ്ണുത എന്നിവയിൽ നിന്ന് മോചനം തേടുന്ന ഒരു ആത്മീയ അപേക്ഷയാണ്. പരിശുദ്ധ മാതാവേ എന്ന വിളിയോടെ ആരംഭിക്കുന്ന ഈ പ്രാർത്ഥന അമ്മയുടെ സ്നേഹവും കരുണയും നിറഞ്ഞ ഇടപെടലിനെയാണ് ആശ്രയിക്കുന്നത്. ദൈവമാതാവായ മറിയം തൻ്റെ മക്കളുടെ വേദനയും ഹൃദയഭാരങ്ങളും മനസ്സിലാക്കുന്ന സ്നേഹമാതാവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിലെ വിഷം പോലുള്ള വികാരങ്ങൾ അവളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അവ ശുദ്ധീകരിക്കപ്പെടുമെന്ന് ഈ പ്രാർത്ഥന ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ഹൃദയം വെറുപ്പിൽ നിന്ന് കോപത്തിൽ നിന്നും വിമുക്തമാക്കണമേ എന്ന വരി മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടാകുന്ന മുറിവുകളും നിരാശകളും ഹൃദയത്തെ എങ്ങനെ കഠിനമാക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു. വെറുപ്പും കോപവും നമ്മെ അകത്തുനിന്ന് തകർക്കുന്ന ശക്തികളാണ്. അവ നമ്മിൽ സമാധാനം ഇല്ലാതാക്കുകയും പ്രാർത്ഥനയെയും വിശ്വാസ ജീവിതത്തെയും ദുർബലമാക്കുകയും ചെയ്യുന്നു. ഈ വരിയിലൂടെ ദൈവമാതാവിനോട് നമ്മുടെ ഹൃദയം സുഖപ്പെടുത്താൻ നാം അപേക്ഷിക്കുന്നു. ക്ഷമിക്കാനുള്ള മനസ്സ് എന്ന അപേക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ഷമ ഒരു മനുഷ്യൻ്റെ സ്വാഭാവിക കഴിവല്ല, അത് ദൈവകൃപയുടെ ഫലമാണ്. പലപ്പോഴും നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു. എന്നാൽ ക്ഷമിക്കാതിരിക്കുന്നത് മറ്റൊരാളെക്കാൾ കൂടുതലായി നമ്മെയാണ് ബന്ധനത്തിലാക്കുന്നത്. ഈ പ്രാർത്ഥന ക്ഷമിക്കാൻ ഉള്ള മനസ്സിൻ്റെ രൂപാന്തരം ദൈവമാതാവിൻ്റെ ഇടപെടലിലൂടെ സാധ്യമാകുമെന്ന് പഠിപ്പിക്കുന്നു. സമാധാനത്തോടെ ജീവിക്കാനുള്ള കൃപയും എന്ന അവസാന അപേക്ഷ ക്ഷമയുടെ ഫലമായി ലഭിക്കുന്ന ആത്മീയ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. ക്ഷമയും സമാധാനവും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട്. ക്ഷമിച്ച ഹൃദയത്തിലാണ് യഥാർത്ഥ സമാധാനം വസിക്കുന്നത്. ലോകം നൽകുന്ന താൽക്കാലിക ശാന്തിയല്ല, മറിച്ച് ദൈവത്തിൽ നിന്നുള്ള ആന്തരിക സമാധാനമാണ് ഇവിടെ അഭ്യർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന നമ്മെ ഓരോ ദിവസവും ആത്മപരിശോധനയ്ക്ക് ക്ഷണിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ വെറുപ്പുണ്ടോ? ഞാൻ ആരെയെങ്കിലും ക്ഷമിക്കാതെ സൂക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ നമ്മോട് തന്നെ ചോദിക്കുമ്പോൾ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റത്തിനുള്ള വഴി തുറക്കുന്നു. ദൈവമാതാവിൻ്റെ സഹായത്തോടെ ക്ഷമയും സമാധാനവും നിറഞ്ഞ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ പ്രാർത്ഥന നമ്മെ പ്രചോദിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.